പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഞ്ജലി തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം എല്ലാവരും തിരിച്ചറിയുകയാണ്. മാത്രവുമല്ല, അന്ന് പ്രകാശ് മനഃപൂർവ്വമാണ് റൂമിലേക്ക് കയറി കിടന്നത് എന്നും ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഞ്ജലി ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ള സത്യവും പുറത്തു വരുന്നു. ഇതോടെ കുടുംബക്കാർ തിരിയുകയാണ് പ്രകാശിന് നേരെ. പ്രകാശിനെ തല്ലുന്ന അവർ, ഇതിലും വലിയ ചതിയൊന്നും നിനക്ക് ഈ കുടുംബത്തോട് ഇനി ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും നിന്നെ വിശ്വസിച്ച എല്ലാവരെയുമാണ് നീ ചതിച്ചത് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശ് ആകെ പെട്ടുപോയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യവും അല്ല എന്ന് മനസ്സിലാക്കുന്ന പ്രകാശ് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്നു. ഇതിനിടയിൽ പ്രകാശിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ് നന്ദുവും കൂട്ടരും. നന്ദുവിനെ പിടിച്ചു മാറ്റാൻ വീട്ടുകാർ ശ്രമിക്കുന്നുവെങ്കിലും നന്ദൻ ഇതുപോലൊരു ചതിയന് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറയുകയും ഇതേ തുടർന്ന് തൻ്റെ ഭാര്യയോട്, നിൻ്റെ അമ്മയെയും അനിയത്തിയെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിടണം, മനസ്സിലായോ നിനക്ക്? നീ കാണിക്കുന്ന സ്നേഹത്തിന് മുന്നിൽ ഞാൻ കുറച്ചൊക്കെ വഴങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ നീ അത് മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അത് ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാ. അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്നെയും വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും. ഇത് കേൾക്കുന്ന അവളാകെ പേടിച്ചു പോവുകയും നന്ദനോട് ക്ഷമ പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുകയാണ് മൈഥിലിയും കൂട്ടരും. ഇതേ സമയം അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന മനു ഒരിക്കലും ഇനി നിന്നെ അവിശ്വസിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതോടെ പുതിയൊരു കുടുംബജീവിതം അവർ തുടങ്ങുന്നു. മാത്രവുമല്ല, അഞ്ജലി ഗർഭിണിയാണ് എന്ന വാർത്തയും വന്നെത്തുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.